ഈ ബൈബിളിലെ പല പേരുകൾ വളരെയേറെ രസകരമാണ്. ചില പ്രാർത്ഥനകൾ പോലും ഒറ്റ വാക്കിലുള്ള പേര് പോലുള്ളതുകൊണ്ട്. കർത്താവിനെ വിളിച്ച പേര് നമുക്കറിയാം. ജോസഫിനോട് ദൂതൻ പറഞ്ഞു യേശു എന്ന പേരിടണം. മറിയയോട് പറഞ്ഞു യേശു എന്ന് വിളിക്കണം. രണ്ടുപേരെ ഏൽപ്പിച്ചത് ഒരേ കാര്യമാണ്, രണ്ട് രീതിയിലാണ്. ഒരാളോട് പറഞ്ഞു യേശു എന്ന് പേർ നീ ഇടണം, കാരണം അപ്പനാണ്, അപ്പന്റെ സ്ഥാനത്ത് നിന്ന് അത് മറിയിടാൻ പറ്റത്തില്ല, അത് ജോസഫ് ഇടേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ജോസഫിനെ ദൈവം വിളിച്ചത്, ആ പേര് ഇടാൻ വേണ്ടിയാണ്, അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ആ ഉത്തരവാദിത്വം ചെയ്യാൻ വേണ്ടിയാണ്. ICSന്റെ കഴിഞ്ഞ ദിവസത്തെ കൺവെൻഷന് ചെന്നപ്പോൾ ഞാൻ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ജോസഫിനെ അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ്. കാരണം തൊട്ട് മുമ്പിൽ ഞങ്ങൾ അച്ഛന്മാരെ തൊട്ട് മുമ്പിൽ ഒരു രൂപക്കൂട് വെച്ചു. അപ്പോഴാണ് ജോസഫിന്റെ മുഖം ശരിക്കും ഒന്ന് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ മിനിയേച്ചർ മോഡലല്ലേ, നമ്മുടെ മുഖത്തിന്റെ വലിപ്പമുള്ള ജോസഫിനെ കണ്ടപ്പോൾ ഞാൻ മുഖത്ത് നോക്കി കുറച്ചു നേരം ഇരുന്നു. അപ്പൊ ഞാൻ ശരിക്കും ആ മനുഷ്യന്റെ മുഖത്ത് കണ്ട ഒരു അത്ഭുതമുണ്ട്. ഇതൊക്കെ എന്തോ ഈ നടക്കുന്നത്, തമ്പുരാൻ ഇതൊക്കെ പറഞ്ഞെങ്കിലും എന്തൊക്കെയായി നടക്കുന്നത്. പക്ഷെ എങ്കിലും ആ മനുഷ്യന് വിശ്വാസത്തോടെ ഇങ്ങനെ നിൽക്കുക, ഉറച്ചു നിൽക്കുക. അതെ, നിശ്ചയമായിട്ട് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവപുത്രൻ അത് പറഞ്ഞിട്ട് എന്തോരം കഷ്ടപ്പാടിലൂടെ ഞാൻ കടന്നു പോകുന്നത്, ദൈവപുത്രൻ രക്ഷകനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടും എനിക്ക് പോലും ഒരു സമാധാനം കിട്ടാത്ത പ്രശ്നങ്ങളോടല്ലേ ഞാൻ പോകുന്നതൊക്കെ ചിന്തിച്ച നേരങ്ങൾ ജോസഫിനാണ് അല്ലേ. ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജോസഫ് നിറപടിയായിട്ട് ചരിത്രത്തിൽ ചെയ്തവനാണ്. യേശു എന്ന് പേരിട്ടു. മറിയയ്ക്ക് ഇതുപോലെ സമാനമായ വെല്ലുവിളിയായിരുന്നു. അവൻ യേശു എന്ന് അവനെ പേർ വിളിച്ചു. എന്നാൽ ദൂതനൊരു കാര്യം കൂടെ കൂട്ടിച്ചേർന്ന് പറഞ്ഞു, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതായത് ഇനി ദൈവം നമ്മോട് കൂടെയാണ്. ആ മുഴുവൻ സ്റ്റോറിക്കും ഒറ്റ വാക്കിലൊരു നല്ല പേരിൽ അതിനെ എല്ലാം പറഞ്ഞു കൊടുത്തു. ഇറ്റ്സ് ഇമ്മാനുവേൽ. ബൈബിളിന്റെ എഴുത്തുശാസ്ത്രത്തിന് അങ്ങനെയൊക്കെയുള്ള ചില ഭംഗിയുണ്ട്. ഈ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണം വായിച്ച് അവസാനം അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലോ ഈ പറഞ്ഞതിനെല്ലാം രണ്ടാക്കിയിട്ട് പറയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ പറഞ്ഞതിനെല്ലാം രണ്ട് വാക്കി കൊണ്ട് തന്നെ ഒതുക്കി നമ്മൾക്ക് തരികയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിച്ചപ്പോൾ അതിനർത്ഥം എന്തായിരുന്നു? നമ്മളൊക്കെ ഇനി ദൈവ സാന്നിധ്യത്തിന്റെ അവകാശികളായി തീരാൻ ദൈവം അവസരം വലിക്കുന്നതാണ്. ഈ വെളിപാട് പുസ്തകം അവസാനിക്കുമ്പോൾ 22-ാം അധ്യായം ഏറ്റവും അവസാനം ചെല്ലുമ്പോഴും ഒറ്റ വാക്കില് ഒരു കാര്യം പറയുന്നുണ്ട്, മാറാനാഥ, കർത്താവേ വേഗം വരണമേ. ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഈ വാക്കുണ്ടല്ലോ, അന്നത്തെ ക്രൈസ്തവരുടെ സ്വഭാവം, അവരുടെ ഒരു ക്രൈസ്തവ അനുഭവത്തെ കാണിക്കുന്ന ഒരു വാക്കാണ്. ഒരു വാക്കിനകത്ത് തന്നെ അവരുടെ ക്രൈസ്തവ അനുഭവം കാണിക്കുന്നുണ്ട്. കാരണം അവരുടെ സംഘർഷങ്ങളിൽ, അവരനുഭവിക്കുന്ന തീക്ഷണമായ വേദനകളിൽ, അവരനുഭവിക്കുന്ന പോരാട്ടങ്ങളുടെ ഒക്കെ നടുവില് കർത്താവ് വരുമെന്നും അവർക്ക് വിടുതൽ നൽകുന്നുള്ള ഉറപ്പുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന അവരുടെ മനസ്സുണ്ട്. ഇതെല്ലാം സഞ്ചരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ വേഗം വരണമെന്ന്. അതുകൊണ്ട് ഇതൊരു പ്രാർത്ഥന മാത്രമല്ല, ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡാണെന്നാണ് പറയുന്നത്. പെയിനിന്റെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും ഒരു ക്രൈസ്തവന്റെ മനോഭാവമാണ് പറയുന്നത്. പ്രത്യാശയോടെ നോക്കിയിരുന്നുള്ള കർത്താവിന്റെ മുഖത്ത് നോക്കി പറയുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ വേഗം വരണമേ. അപ്പോൾ ഓരോ ചില വാക്കുകൾക്കും അത്രത്തോളം അർത്ഥങ്ങളും ജീവിത അനുഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പഴയ നിയമത്തില് നമുക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വാക്കാണ് എബനേസർ. Thus far God helped us. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു വാക്ക് 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണുമ്പോൾ അത് ഒരു വാക്ക് മാത്രമല്ല, അവരുടെ മധ്യ സ്ഥാപിച്ച ഒരു കല്ലിട്ട പേര് മാത്രമല്ല, അവർക്ക് ഉണ്ടാവാൻ ദൈവം ആഗ്രഹിച്ച ക്രൈസ്തവ സ്വഭാവത്തെ കാണിക്കുന്നത്, ഒരു ലൈഫിന്റെ സ്റ്റൈലിനെ കാണിക്കുന്നത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു യാത്ര പോയപ്പോൾ ഒരു അച്ഛനെ പരിചയപ്പെട്ടു. ഒരു വീട്ടിൽ വെച്ചാണ് കാണുന്നത്. എങ്ങനെ പോയാലും ഒരു 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഉള്ളത് പറയുന്നത് ഈ ഹൂസ്റ്റണിൽ വന്ന ശേഷം അവരുടെ പ്രായം പറയാൻ വലിയ പാടാണ്. നമ്മൾ 70 എന്ന് പറഞ്ഞിരിക്കുമ്പം ആദ്യത്തെ ചിലപ്പോൾ പ്രായം 80 ആകാം.
നമ്മൾ ചിലപ്പോൾ പേരൊക്കെ വിളിച്ച് വേറെ 35 വയസ്സ് 38 വയസ്സൊക്കെ ഉള്ളവരുടെ പേരൊക്കെ വിളിച്ച് പിന്നെ അറിയുന്നു എല്ലാം മടിയാണ് കാണിച്ചത്, അമ്മമ്മയുടെ മോക്ക് അച്ഛനൊക്കെ പ്രായമുണ്ട്. അവരുടെ പേരൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. കാരണം അത്രയും നമ്മൾ ലൈഫ് വളരെയേറെ ഹെൽത്ത് വളരെ നോക്കുന്ന ആൾക്കാരാണ്. നല്ല എക്സസൈസ് ചെയ്യുന്നവരും ഭക്ഷണം ശ്രദ്ധിക്കുന്നവരും ആരോഗ്യം നോക്കുന്നവരും ഒക്കെ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ എങ്കിലും വെച്ചാൽ എന്താ എനിക്ക് ഓർമ്മ ഒരു 80 വയസ്സുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ വൈഫ് കുറച്ചാളുകൾ മരിച്ചുപോയി. അപ്പൊ ഞാനൊന്ന് കെയർഫുൾ ആകാൻ തുടങ്ങി എൻ്റെ വാക്കിൽ. കാരണം എനിക്ക് മനസ്സിലായി പക്ഷേ ആൾ ഒരുപാട് പ്രയാസങ്ങൾ പോകും. അപ്പൊ എനിക്ക് തോന്നി ഇത്രയും ഉത്സാഹത്തോടൊക്കെ വേണ്ടുമ്പോൾ മക്കളൊക്കെ കൂടുന്നത് അറിയാതെ വായിൽ നിന്ന് ആ ഒരു ചോദ്യം കൂടെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ വെച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അയച്ചാൽ ഞാൻ എല്ലാ കാര്യത്തിലും തന്നെയാണെങ്കിൽ പോലും ഞാൻ വളരെ ഒരു കാര്യത്തിലും മടിയോടിരിക്കുന്നില്ല. ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, പള്ളിയുടെ കാര്യങ്ങൾ എന്നുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ കുറെ ക്യൂരിയോസിറ്റി ആയി. എങ്ങനെയാണ് ഈ മനുഷ്യന് ഇത്രയും ധൈര്യത്തോടെ, ഇത്രയും ബലത്തോടെ, ഇത്രയും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുന്നത്? അപ്പം ഈ അച്ഛൻ സംസാരിച്ച വഴിക്ക് പറഞ്ഞ കാര്യമാണ്, നമ്മളൊക്കെ നടത്തുന്നൊരു ദൈവമുണ്ടല്ലോ അച്ഛാ. ഈ സാന്നിധ്യബോധം എന്നെ ഒരുപാട് ബലപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തെ നയിക്കേണ്ട ഒരു സ്വഭാവമാണ് ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ സഹായകനായിട്ടുണ്ടെന്നുള്ള ബോധ്യം. അതൊരു വാക്ക് മാത്രമല്ല, അതൊരു സ്വഭാവമാണ്, അതൊരു ജീവിത രീതിയാണ്. ഒരു ക്രൈസ്തവന്റെ ഉള്ളിൽ നിറയേണ്ട അനുഭവമാണ്. എന്താണെന്നറിയോ? ഇത്രത്തോളം സഹായിച്ചവൻ ഇനിയും നടത്തുമെന്നത്. ഈ ബോധ്യങ്ങളാണ് നമുക്ക് ഈ തലമുറയിൽ ആവശ്യം. ഈ ബോധ്യങ്ങളിലൂന്നിയ ജീവിത രീതികളാണ് നമുക്ക് വേണ്ടത്. പ്രതിസന്ധിയും പ്രയാസം വരുമ്പോൾ പട്ടുപോകുന്ന, തളർന്നു പോകുന്ന, താണു പോകുന്ന സമൂഹത്തില് ഇല്ലാതെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ധൈര്യമുള്ള ദൈവബോധമാണ്. ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവം എന്റെ സഹായകനായി കൂടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ വാക്ക് ധ്യാനിക്കാൻ ഇറങ്ങുമ്പോൾ 2 വാക്കുകൂടെ ചേർന്ന് പറഞ്ഞാലേ എന്താണ് ഈ എബനേസർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. 2 പേരുകളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്തു, മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞു. അതിന് എബനേസർ എന്ന് പേരിട്ടു. ഈ എബനേസർ എന്നുള്ള പേര് ആദ്യമായിട്ടല്ല ശമൂവേലിന്റെ പുസ്തകത്തിലുണ്ട്. 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണുന്നതിന് മുമ്പ് 5-ാം വാക്യത്തിന്റെ 2-ാം വാക്യം ഒന്ന് നോക്കിയ 5-ന്റെ 2 വായിച്ചേ. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത്, അതിന് 1-ാം വാക്യം, ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് അതിനെ എബനേസർ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ എബനേസർ എന്ന് പറയുന്ന സ്ഥലത്തിന് അത്ര ശുഭകരമായ അനുഭവങ്ങളുള്ള ഒരു ചരിത്രമല്ല എന്ന് തോന്നാം. പക്ഷെ ഇത് രണ്ടും 2 സ്ഥലങ്ങളാണ്. ഈ ആദ്യം പറയുന്ന എബനേസർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബൈബിളിൽ കാണുന്ന എബനേസർ അല്ല. ഈ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന എബനേസർ. അപ്പോൾ ഇവരുടെ ഒരു ജീവിത അനുഭവമാണ് ആദ്യത്തെ എബനേസർ കാണിക്കുന്നത്. ഇസ്രായേൽ ജനം ജീവിതത്തില് ഈ തിയോക്രസി, ദൈവഭരണത്തിൽ നിന്ന് ന്യായാധിപന്മാരുടെ ഭരണത്തിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു കാലമാണ്. അതായത് ഏലി പൗരോഹിത്യ ശുശ്രൂഷയുടെ കാലത്തിന് ശേഷം ശമൂവേൽ അങ്ങോട്ട് കയറി വരിക. നമുക്കറിയാല്ലേ ശമൂവേലെ എന്ന് വിളിക്കുന്നതും ശമൂവേല് എന്താ അമ്മച്ചാണ് യോജിച്ച് വരുന്നതും, എന്നിട്ട് നിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന ഇവിടുത്തെ ഏകച്ചനെ പറ്റി നീ കുറച്ച് കാര്യങ്ങൾ പറയണം. എന്തോ പറയണത്? പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാല് അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്നു, അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിക്കായക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിൽ നിന്ന് എന്നേക്കും ശിക്ഷ വിധിക്കും. എത്ര പാടുള്ള കാര്യം പറഞ്ഞേക്കുന്നത്. മക്കൾ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും ഈ പുരോഹിതൻ മക്കളെ ശാസിക്കുന്നില്ല, മക്കളെ നേർവഴിക്ക് നയിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ അവന്റെ ഭവനത്തിൽ എന്നേക്കും ശിക്ഷ വിധിക്കും. ഈ പേരന്റിങ്ങിന്റെ ഒരു വലിയ പവർ കാണിക്കുക.
ദൈവം ഏത് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ തന്നാലും അതിന് ചില ഉത്തരവാദിത്തങ്ങളോടുകൂടി തന്നെയാണ് തരുന്നത്. അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. മക്കൾ ദൈവം തരുന്ന അനുഗ്രഹമാണെങ്കിൽ അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നടപടിയായിട്ട് നടത്തിയില്ല ദൈവം നിശ്ചയമായിട്ട് ചോദിക്കും. ഏലി പുരോഹിതനെ ഒരു പുരോഹിതനായി നിർത്തുമ്പോഴും ഒരു ഉത്തരവാദിത്തം കൊടുത്ത് എന്താണ്? മക്കളെ ചെയ്യുന്നതിനെ അമർച്ചയോടെ ശാസിക്കണം. പക്ഷെ അത് ചെയ്യാതിരുന്നപ്പോൾ ദൈവം ഈ കുഞ്ഞു ബാലന്റെ കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, പക്ഷെ ചെയ്യുന്ന പോക്ക് അത്ര നല്ലതാണ്. പക്ഷെ ഏലി പുരോഹിതൻ വളരെയേറെ ദൈവാശ്രയമുള്ള മനുഷ്യനാണ്. എന്താ മറുപടി പറഞ്ഞത്? യഹോവയല്ലോ തന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഭക്തനായ ഏലി പുരോഹിതൻ പിന്നീടും ഏതാണ്ട് 20-40 വർഷക്കാലം അവിടെ 100 വയസ്സിനടുത്തോളം അവിടെ ശുശ്രൂഷ ചെയ്യുന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു. എന്നാൽ ഏലി പുരോഹിതനെ പറ്റി പിന്നെ പറയുന്നതിനേക്കാൾ പിന്നീട് ബൈബിളില് ഈ 4-ാം അധ്യായത്തിന് ശേഷം പറയുന്നത് മുഴുവൻ ശമൂവേലിനെ പറ്റി. ഈ ശമൂവേലാണല്ലോ ശമൂവേലിനെയൊക്കെ രാജാവായിട്ട് വാഴിക്കുന്ന നമ്മുടെ ശമൂവേൽ. അപ്പൊ ഈ 3-ാം അധ്യായത്തിൽ കാണുന്ന ശമൂവേലിനെ പറ്റി കൊടുക്കുന്ന ഒരു വലിയൊരു ഹൈലൈറ്റ് ഉണ്ട്, ഒരു പേരാണ് യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. കാരണം എന്താ? ദൈവം കൊടുത്ത വചനം അണുപിട തെറ്റാതെ ദൈവം കൊടുത്ത ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്തപ്പോൾ ദൈവം കൊടുത്തൊരു പേരുണ്ട്, ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ. പുതിയ നിയമത്തിൽ ഇങ്ങനെ ദൈവം ഏറ്റവും വിശ്വസ്തൻ എന്ന് പറഞ്ഞ കൊടുത്തൊരു പേരുണ്ട്. അത് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയൊരു ശിഷ്യനാണ് നെഥനീയേൽ എന്ന പേര്. നെഥനീയേൽ കൊടുത്ത ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? ഇവൻ യഥാർത്ഥ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. വലിയതൊന്നും ആയില്ലെങ്കിലും നല്ലതാ. ഭയങ്കര ശിഷ്യനൊന്നും അല്ലായിരുന്നു, പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ, പക്ഷെ ബെസ്റ്റാ. അതുകൊണ്ട് ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നപ്പോൾ ഞാൻ വേറെ ഒരു പേരിനെ പറ്റി ചിന്തിച്ചില്ല, ഏതും കിട്ടും. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ വലിയവരായാലും നല്ലവരായിട്ടുണ്ടാ മതി, അല്ലേ? ദൈവം കൊടുത്ത വലിയ ഹൈലൈറ്റ് ആണ് ശമൂവേലിന്, വിശ്വസ്തനാണ്. അങ്ങനെ ഈ ശമൂവേൽ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ എബരേസിന് അരികെ പാളയം ഇറങ്ങിയെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇനിയൊരു യുദ്ധകാലമാണ്. ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ എബരേസിന്റെ അടുക്കിലേക്ക് ഫെലിസ്ത്യർ വരികയാണ്. അപ്പം ഈ കാണുന്ന ഈ ഒരു എബരേസിന്റെ പ്രത്യേകത, ഇവർ ആദ്യം ഫെലിസ്ത്യരുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റുമുട്ടാൻ പോയപ്പോൾ 2-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് പട നേരിടുന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയെന്ന് മാത്രമല്ല 4000 പേര് അവരുടെ കൂട്ടത്തിൽ തോറ്റുപോയി. അപ്പൊ 1-ാമത്തെ യുദ്ധം ഏലി പ്രവാചകൻ എന്നോടൊപ്പം തന്നെ ശമൂവേൽ പ്രവാചകൻ കയറി വരുന്ന കാലത്ത് എബനേസറിൽ വെച്ചൊരു യുദ്ധം ഉണ്ടാകുന്നു. ആദ്യത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റുപോയെന്ന് മാത്രമല്ല 4000 പേര് മരിച്ചുപോയ ഒരു വലിയ തോൽവി അവർക്കുണ്ടായിരിക്കുകയാണ്. ദൈവജനത്തിന് തോൽവി ഉണ്ടാകുമോ? ഉണ്ടാകും. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന തോൽവി ഉണ്ടാകുമോ? ഉണ്ടാകും. അതിനെന്തായിരിക്കും കാരണം? നമുക്ക് നോക്കാം. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഇവരൊരു കാരണം കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ? ഇവരെല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിച്ചു. എല്ലാ മൂപ്പന്മാരും കൂടി ഇരുന്നിട്ട് ഒരു റിവ്യൂ നടത്തുകയാണ്, ഒരു താത്വികമായ അവലോകനം നടത്തിയിരുന്നു. എന്തുകൊണ്ട് നമ്മൾ തോറ്റു? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, അന്തർധാര സജീവമായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇവർക്കിടയിൽ വളരെ സജീവമായ അന്തർധാര ഉണ്ടായിരുന്നു. എന്തായിരുന്നു അന്തർധാര? അവരിങ്ങനെ കയറി വന്നപ്പോൾ നേരിടാൻ നമുക്കൊരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ് ഇല്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ് വേണം. അതെന്താണ്? ഒന്നും വേണം, ദൈവത്തിന്റെ പെട്ടകം. നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധം നമ്മളിങ്ങനെ ഇറക്കാൻ പോവാ. ദൈവത്തിന്റെ പെട്ടകം നമുക്ക് ഇടയിലോട്ട് ഇറക്കി വെച്ചാൽ ഇനി തമ്പുരാൻ നോക്കിക്കോളും. അവിടെയൊക്കെ ഒരു ടെക്നിക്കാ. എന്തെങ്കിലും ഒരു കാര്യത്തിന് തോൽവി വരുമ്പോൾ ആ തോൽവിയുടെ അടിസ്ഥാനവും നോക്കാനല്ല, മറിച്ച് അതിൽ രക്ഷപ്പെടാനുള്ള സൂത്രപ്പണികൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മുടെ ഒരു ചിന്തയിലേക്കാണ്. ദൈവത്തിന്റെ പെട്ടകം വെക്കുക. എന്നാൽ ഈ പെട്ടകം വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ നോക്കിയത്? 10-ാം വാക്യത്തിൽ പറഞ്ഞു, അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തർ താന്താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിന്റെ 30,000 കാലാൾ വീണുപോയി. മുമ്പ് 4,000 പോയത് ഇപ്പോൾ 30,000 പേര് തോറ്റുപോയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഏലി പുരോഹിതന്റെ 2 മക്കളായ ഹൊവനിയും ഫിനിഹാസും ദൈവത്തിന്റെ പെട്ടകത്തോട് പിടിച്ചു പോയവരാ. അവരും താഴെ വീണു.
ഈ വാർത്ത കേട്ട എലിപുരത്താണി കൊണ്ട് മരിക്കുന്നു. അങ്ങനെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വലിയൊരു തോൽവി ഉണ്ടായിട്ടിരിക്കുക. ദൈവ സാന്നിധ്യം അവരോർത്തത് വെറുതെ കൊണ്ടങ്ങ് വെച്ചാൽ മതി, കാര്യം നടക്കുന്നു. പക്ഷേ മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതേ ദേശത്ത് ഈ ജനം ഇങ്ങനെ തോറ്റുപോയിരുന്നത് ഇവരിൽ നിന്ന് പിടിച്ചോണ്ട് പോയ ഈ പെട്ടകം പിടിച്ചോണ്ട് പോയവരൊന്നും അവര് ജയിച്ചത്. ഇത് പിടിച്ചെടുത്തപ്പോൾ ദൈവനാമത്തിലുള്ള ചിലതൊക്കെ പിടിച്ചെടുക്കുമ്പോഴും ഓർക്കരുത് ജയിച്ചത്. ദൈവനാമത്തിലുള്ള സാധനം എപ്പോഴും സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ട സാധനമാണ്. അത് ദൈവമക്കളായാലും ദൈവത്തെ അറിയാത്തവരാണെങ്കിലും ഒരു വലിയ സന്ദേശമാണ് പറയുന്നത്, വലിയൊരു മർമ്മമാണ് പറയുന്നത്. ദൈവമുൻപാകെ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ വിനീതമായ ശുശ്രൂഷയിൽ നിൽക്കുന്ന ബോധ്യം എല്ലാവരെയും നിർബന്ധമായിട്ടും ഭരിക്കേണ്ടതാണ്. തീ കൊണ്ടുള്ളൊരു ശുശ്രൂഷയിലാണ് നിൽക്കുന്നത്, ഇരുവായ്ത്തലയുടെ വാളുകൊണ്ടുള്ള ശുശ്രൂഷയിലാണ് നിൽക്കുന്നത്. ഈ നിന്ന എടുത്തോണ്ട് പോയവർക്ക് എന്ത് പറ്റി? അവര് നേരെ ഇതുകൊണ്ട് പോയിട്ട് അവരുടെ ദാഗോന്റെ ക്ഷേത്രത്തിൽ വിളിച്ചു. ക്ഷേത്രത്തിൽ വന്നപ്പോൾ അവർക്ക് വലിയ ജയമായിരുന്നു. കണ്ടോ, നിങ്ങളുടെ ദൈവത്തിൽ ഞങ്ങളായിരിക്കുന്നു. പിന്നെ ദിവസം രാവിലെ ദാഗോന്റെ മതി കിടക്കുന്നു. അവർക്കൊരു പ്രശ്നം ഇതെങ്ങനെ അവർ നേരെ എടുത്തു വെച്ചു. രണ്ടാം ദിവസം ആയപ്പോൾ ദാഗോന്റെ രൂപം തന്നെ പൊളിഞ്ഞു പോകും. ഒന്നും മനസ്സിലാകുന്നില്ല. ചില പ്രശ്നങ്ങൾ കണ്ടിട്ടും ചെയ്ത തെറ്റ് ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായില്ല, ശത്രുദേശത്തിന് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായ ദേശത്തുള്ളവർക്ക് എല്ലാം മൂലരോഗം വരികയാണ്. ഈ രോഗം എല്ലാവർക്കും വന്നപ്പോൾ അവരെന്ത് മനസ്സിലാക്കി? സംതിങ് റോങ്, സംതിങ് ഫിഷി, എന്തോ കുഴപ്പം ഇതിനകത്തുണ്ട്. അവസാനം ഇവര് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പുതിയ 2 പശുവിനെയും പുതിയൊരു വണ്ടിയും വെച്ച് ഇതിനെ എടുത്ത് നേരെ വിട്ടു. ഇവര് നോക്കും ഇത് എങ്ങോട്ട് പോകുന്നു. കൃത്യമായിട്ട് 20 ദേശം തീരം വെക്കുവാണ്. അപ്പൊ പോകുന്ന വഴിക്കെന്ന് പറയോ, ഈ യോശുവയുടെ വയലെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ കുറച്ചുപേര് കൂടി പോകും. ഇവരുടെ പെട്ടകമാണല്ലോ വന്നേക്കുന്നത്, ഇവിടെ പെട്ടകം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട കൂട്ടത്തിൽ ദൈവത്തിന്റെ തേജസ്സിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാതെ കടന്നു വന്നവരുടെ ചരിത്രം പറഞ്ഞങ്ങനെ 50,000 പേര് അവിടെയും പട്ടുപോയി. തീ കൊണ്ടുള്ള ശുശ്രൂഷ കളിയാക്കാനുള്ളതല്ല, സൂക്ഷിച്ചു നിൽക്കേണ്ട ശുശ്രൂഷയാണ് നിൽക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അവര് ആളെ വിട്ടു. ഇസ്രായേൽ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകും, ഇത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കൂടെ യുദ്ധത്തിന് കൊണ്ടുപോയവര് തോറ്റു, പിടിച്ചുകൊണ്ട് പോയവര് തോറ്റു, കളിയാക്കിയവര് തോറ്റു. ഇത്രയ്ക്ക് പ്രശ്നമുള്ളതാണോ ഈ സാധനം? പിന്നീട് നമ്മൾ നോക്കുന്നുണ്ടല്ലോ, 20 വർഷം ഈ ഫെലിസ്ത്യൻ കൊടുത്ത ഈ ദൈവത്തിന്റെ പെട്ടകം ഒരു ഗുണവുമില്ല, മണവുമില്ല, ദോഷമില്ലാതെ ഒരു ഭവനത്തിലേക്ക് എലിയാസറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടത് ശുദ്ധീകരിച്ചു. പെട്ടകം കീരേരാമിൽ ഏറെക്കാലം 20 വർഷം തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത്. 7-ാമത്തെ. എന്നാൽ ഈ 20 വർഷം അവിടെ ഇരുന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായോ? ദൈവ സാന്നിധ്യം ആ വീട്ടിലുണ്ടായിട്ട് അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായോ? അവർക്കുണ്ടായ ഒറ്റ കാര്യം അതിനെ ശുദ്ധീകരിച്ച് സൂക്ഷിച്ചവരാണ്. എന്നാൽ നമ്മൾ ഇതേ ദൈവത്തിന്റെ പെട്ടകം 2 ശമൂവേൽ 6-ാം അധ്യായം 11-ാം വാക്യം ഒബേദ്-ഏദോമിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്തുണ്ടോ? 3 മാസം ഇരുന്നാ പറഞ്ഞത്. യഹോവ ഒബേദ്-ഏദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. അപ്പൊ ഈ ദൈവ സാന്നിധ്യം അനുഗ്രഹത്തിന് മുഖാന്തരമായതാണെങ്കിൽ അതിനെ ഒരുക്കത്തോടും ശ്രദ്ധയോടും സൂക്ഷിക്കേണ്ട ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം മുൻപാകെ ആയിരിക്കുന്ന ശുശ്രൂഷകരായ നമ്മൾ ഓരോരുത്തരും ഏറ്റവും ശ്രദ്ധയോടെ നിൽക്കേണ്ട ഒരു സ്ഥാനത്താണെന്ന് ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇനി നമുക്ക് തിരിച്ചവിടെ ധ്യാനത്തിലേക്ക്. അപ്പൊ ഇതാണ് കോൺടെക്സ്റ്റ്. ഈ ദൈവത്തിന്റെ പെട്ടകം പോയിടത്ത് ചിലർക്ക് അനുഗ്രഹമായിരുന്നു, ചിലർക്ക് അതൊരു വലിയ അപകടമായിരുന്നു. എന്നാൽ ഈ എന്തുകൊണ്ടാണ് ശേനിനും മിസ്പയ്ക്കും മധ്യേ ഈ കല്ല് നാട്ടി? നമ്മുടെ എബനേസർ എന്ന് പറഞ്ഞ ഈ ദൈവത്തിന്റെ നടത്തിപ്പ് ദൈവം സഹായകനായി ഇതുവരെ യഹോവ സഹായിച്ചു എന്നുള്ള സാക്ഷ്യം വെച്ചു എന്നുള്ള ചോദ്യത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ പുറകുള്ള കോൺടെക്സ്റ്റിലേക്ക് പോയത്. ഈ ശേനിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ തോൽവിയുടെ ഇടത്തിന്റെ അടയാളമാണ്. ഈ ശേനെന്ന് പറഞ്ഞു തന്നെ പഴങ്കഥയുടെ പഴമയുടെ ഓർമ്മകളാണ്. ഈ ഒരു നാട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നേ വരെ തോറ്റുപോയ ഇടമാണ്, ഇന്നേ വരെ അവർ നാണം കെട്ട ഇടമാണ്, ദൈവ സാന്നിധ്യം കൊണ്ടുവച്ച് രക്ഷപ്പെടാൻ നോക്കിയിട്ടും പതറിപ്പോയ ഇടമാണ്. അവരുടെ ജീവിതത്തിൽ
അവര് പല ഓർമ്മകളിലും അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാത്തൊരു ഇടമാണ്. ജീവിതത്തിൽ നമുക്കൊക്കെ ഇനിയുമുണ്ടല്ലോ, നമ്മൾ തോറ്റുപോയ ഇടങ്ങളും നമ്മൾ തകർന്നു പോയ ഇടങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും പ്രയാസമാണ്. എന്നാൽ ഈ ഒരു അനുഭവത്തിൽ നിൽക്കാനല്ല ദൈവം നമ്മളെ ആരെയും ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ അനുഭവം തോൽവിയിൽ നെടുവീർപ്പെട്ടിരിക്കാനല്ല. ക്രൈസ്തവ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായ കുറവുകളിലും പ്രയാസങ്ങളിലും കുറ്റബോധത്തിലും നീറി ജീവിക്കാനല്ല. ഇത് പൈശാചികന്റെ വലിയൊരു തന്ത്രമാണ്. ഇതൊക്കെ നീ ചെയ്തു പോയല്ലോ, ഇതൊക്കെയാണല്ലോ നിന്റെ ജീവിതം. എന്നാൽ ഒരു ദൈവവൈതൽ അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ മഹാസന്തോഷത്തിന്റെ അനുഭവമാണ് ഇത്രത്തോളം സഹായിച്ചത് ദൈവമാണ്. ഇനിയും നടത്തുന്നത് ഈ ഒരു വിടുതലാണ് നമുക്ക് ആവശ്യം. പുതിയ വർഷം എന്ന് പറയുന്ന ഒരു സാങ്കല്പികമായ ഒരു കലണ്ടർ, ഒരു അധ്യായം മാത്രമാണ്. ഈ ദിവസം പോകാൻ തന്നെയാണ് ജനുവരി 1. പക്ഷെ അവിടെ ഉണ്ടാകേണ്ട ഒരു പുതുക്കം എന്നറിയോ? ഈ പഴമയെ തള്ളിക്കളയുവാൻ കഴിയുന്ന ഒരു ബോധ്യമാണ്. ഈ ശേരിന്റെ തോൽവി അനുഭവങ്ങളെ മാറിക്കാണുവാനുള്ള ക്രൈസ്തവ അനുഭവമാണ്. ഈ തോൽവികളെ നമ്മുടെ ജീവിതത്തിൽ പേരിടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറയും? എന്റെ ജീവിതത്തിലെ തോൽവിയുടെ പേരിടാൻ പറഞ്ഞാൽ ഞാൻ 10 തവണ എഴുതി നോക്കിയിട്ട് തോറ്റുപോയ ഒരു പരീക്ഷയുണ്ട്. ആ 10 തവണ തോറ്റ 9 തവണ തോറ്റപ്പോൾ എല്ലാവരും പറഞ്ഞു, അച്ഛാ ഉറപ്പാ ഈ പ്രാവശ്യം അച്ഛൻ ചെയ്യും. ഞാൻ സൗത്ത് ഇന്ത്യയിൽ എഴുതാത്ത ഒരു മെഡിക്കൽ കോളേജും ഇല്ല. ഓടി നടന്ന് പറ്റും. കാരണം അത്രത്തോളം ഭ്രാന്തമായ ഒരു ആഗ്രഹത്തിന് പുറകെ പഠിക്കാൻ പോയി. 10ാം തവണയും തോറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഇനി ഒരു പ്രാവശ്യം കൂടെ എനിക്ക് അവസരം. ചെന്നൈയിൽ ഇനി ഒരു കോളേജുണ്ട്, അവിടെയും കൂടെ ഉണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞു, മോനെ വേണ്ട, നീ നേരെ അമേരിക്കയ്ക്ക് വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ വലിയ തോൽവിയാണ്. ഒരു തോൽവിയല്ല, 10 തവണ എഴുതി തോറ്റു. നിങ്ങൾ ആരെങ്കിലും അത്ര എഴുതിയിട്ടുള്ളൂ? ഈ ചിലരെങ്കിലും നമ്മളെ പറയും, അച്ഛനെ കിട്ടും, അച്ഛൻ ഇത്രയും ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നിശ്ചയമായിട്ട് ദൈവം ഇങ്ങനെയുള്ള ആലോചന നമുക്കൊരു സുഖമാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ അവർ പറയുന്നത് എന്നോട്. പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞു, ദൈവഹിതം ഇതല്ല, അച്ഛൻ ഇതിനേക്കാളും വലിയൊരു ശുശ്രൂഷ ദൈവം കാണുന്നുണ്ട്. സത്യം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യമാണ്. ഞാൻ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ, എന്റെ ഇഷ്ടങ്ങളിൽ നിന്നോട് മാത്രം, എന്റെ സുരക്ഷിതത്വത്തിൽ നിന്നോട് മാത്രം ഞാൻ ചിന്തിച്ചപ്പോൾ, എന്റെ സ്വപ്നങ്ങളിൽ നിന്ന് മാത്രം ചിന്തിച്ചപ്പോഴാണ് ചിലതിനൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ എന്റെ തോൽവികളെ പോലും ഞാൻ തിരിച്ചറിയാതിരുന്നത്. ജീവിതത്തിൽ നമ്മുടെയൊക്കെയും ഈ തോൽവികളെ തിരിച്ചറിയണം. നമ്മൾ എവിടൊക്കെയാണ് വാടിപ്പോയെന്ന് മനസ്സിലാക്കാനും അതിനെ തിരിച്ചറിയാനും കഴിയണം. ഈ തിരിച്ചറിവിൽ നിന്നാണ് എബനേസറിന്റെ ഒരു വലിയ ബലമുള്ള അനുഭവം ഒരു ക്രൈസ്തവനുണ്ടാകുന്നത്. രണ്ടാമത് കാണുന്ന സ്ഥലമാണ് മിസ്പ. ഈ മിസ്പ എന്ന് പറയുന്നത് ഈ തോൽവിക്ക് ശേഷം രൂപപ്പെട്ട സ്ഥലമാണ്. കാരണം ഈ 20 വർഷക്കാലം അവർ ശുദ്ധീകരിച്ചു വെച്ച ഈ യഹോവയുടെ പെട്ടകം ശമൂവേൽ പ്രവാചകന്റെ കാലം വന്നപ്പോൾ ഇവര് ഇസ്രായേൽ ഗ്രഹത്തോടും തന്റെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെയും യഹോവയിലേക്ക് തിരികെയും അവനെ മാത്രമേക്കും സേവിക്കുകയും ചെയ്യുകയും എന്നുള്ള ഒരു വലിയ ആലോചന അവർക്ക് പങ്കുവയ്ക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു പോക്ക് മാറ്റണം. ഇങ്ങനല്ല ഇനി ജീവിക്കേണ്ടത്. ചിലതിനൊക്കെ ഉപേക്ഷിച്ചേ പറ്റൂ. സേവിക്കേണ്ട ദൈവത്തെ മാത്രം നിങ്ങൾ സേവിക്കണം. പേടിക്കേണ്ട ദൈവത്തെ മാത്രം നിങ്ങൾ പേടിക്കണം. അന്വേഷിക്കേണ്ടതും ഓടി നടക്കേണ്ടതും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതും ഈ ദൈവത്തിന്റെ മഹത്വം മാത്രമാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ശേനിന്റെ അനുഭവം മാറുമെന്ന് ശക്തമായ ഒരു ദൂത് അവരുടെ ജീവിതത്തിലേക്ക് വരിക. ഇസ്രായേലിന് ഒരു ഗുണമുണ്ട്. കാര്യം ഇങ്ങനെ ദൈവത്തെ വിട്ട് ഓടിയാലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവഭയമുണ്ട്. പിന്നെ അവർ റിപ്പന്റ് ചെയ്യാനും അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാനുള്ളൊരു ടെൻഡൻസി ഉള്ള ദൈവമക്കളാണ്. അവരെന്ത് ചെയ്യുന്നറിയോ? ഈ ശമൂവേലിന്റെ ആലോചന കേട്ട് 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇസ്രായേലിനെയും മിസ്പയിലേക്ക് കൂട്ടിവരുത്തുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി. എന്തുകൊണ്ടായിരിക്കും 20 വർഷം അവർ ഒന്നിച്ചു കൂടാനുള്ളത്? ഈ 20 വർഷക്കാലമായിട്ടും ഈ യഹോവയുടെ പെട്ടകം ഇവർക്ക് കിട്ടിയിട്ടും ഈ ദൈവത്തെ ആരാധിക്കാൻ എന്തുകൊണ്ടാണ് ഈ ജനം എല്ലാവരും കൂടെ വരാനുള്ളത്? കാരണം അടുത്ത വാക്യങ്ങൾ നോക്കിയാൽ അറിയാം. ഒന്നിച്ചു കൂടി എന്ന് കേട്ടപ്പോഴേ ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടെന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം ഒരു കർഫ്യൂ നിലനിൽക്കുന്ന സാഹചര്യം അവർക്കൊരിക്കലും പൊളിറ്റിക്കലി ഒരുമിച്ച് വരാനുള്ള സിറ്റുവേഷൻ ഇല്ല. പക്ഷെ ദൈവത്തിൽ ധൈര്യപ്പെട്ട ഒരു ജനമുണ്ടല്ലോ. ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ധൈര്യമുണ്ട്.
കുറേ പ്രശ്നങ്ങളിൽ കരഞ്ഞ് നമ്മൾ പ്രാപിക്കുന്ന ധൈര്യമാണ്. പക്ഷെ ഈ ധൈര്യം ആദ്യമേ ദൈവം തരാൻ ആഗ്രഹിച്ചാൽ നമ്മൾ സ്വീകരിക്കുന്നില്ല. എപ്പോഴും ജീവിതത്തിൽ ദൈവം നമ്മുടെ പ്രതിസന്ധികളുടെ ഇടയിൽ ദൈവം പുതിയ പുതിയ വഴികൾ തുറക്കാൻ ആഗ്രഹിക്കുന്നത് ചിലതിനെയൊക്കെ ഉടച്ചിട്ട് തന്നെയാണ്. ഉടയ്ക്കുമ്പോൾ നമ്മൾ ഓർത്ത് ഞാൻ പൊട്ടിപ്പോയി, തകർന്നു പോയെന്നില്ല. അതിനെ പുതുക്കാനുള്ള ദൈവത്തിന്റെ ചില പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ശുദ്ധീകരിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കോണിനെയും നവീകരിക്കുകയും പുതിയ പദ്ധതികൾക്കായിട്ട് നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുക. ചില പ്രഷറിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓർക്കും, അയ്യോ എന്തൊരു കഷ്ടപ്പാടാ. പക്ഷേ ഒരിക്കലും നിന്നെ തടയാൻ പറ്റാത്ത വിധം നീ ശക്തനായിക്കൊണ്ടിരിക്കുകയാണ് ദൈവം. ഈ വലിയൊരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇസ്രായേൽ ഒന്നിച്ചുകൂടി ഒരു ദിവസം ഉപവസിച്ചു എന്നാണ് പറയുന്നത്. ഒരു ജനം ഒന്നിച്ചുകൂടി ഉപവസിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ പറയുക? അവരെല്ലാ പ്രയോറിറ്റി വിടും. ഈ ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. പ്രയോറിറ്റികളെല്ലാം മാറ്റിവെക്കുന്ന നേരമാണ്. എന്റെ ഈ ബിസിനസ് പ്രയോറിറ്റി എല്ലാം വിടുക, എന്റെ ഫിനാൻഷ്യൽ പ്രയോറിറ്റി, എന്റെ ഫുഡിന്റെ പ്രയോറിറ്റി വിടുകയാണ്, എന്റെ എന്റർടൈൻമെന്റ് പ്രയോറിറ്റി വിടുകയാണ്, എന്റെ സോഷ്യലൈസേഷൻ പ്രയോറിറ്റി വിടുകയാണ്. എന്റെ ഫോക്കൽ പോയിന്റ് ദൈവമായി മാറുക. ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നോമ്പ് ആരംഭിക്കുക. സഭ നിഷ്കർഷിക്കുന്നു 50 ദിവസത്തെ നോമ്പ്. എന്താണ്? പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. വർഷത്തിൽ ഒരു 50 ദിവസം ഒരു പ്രാക്ടീസ്, നമ്മുടെ ഒരു പരിശീലനം, ആത്മീയമായ ഒരു എക്സസൈസാണ്. ഈ ജനം എന്ത് ചെയ്തു? തോൽവികളുടെ കാരണം മൂലം, നോമ്പായതുകൊണ്ടല്ല, തോൽവികളിൽ നിന്ന് പഠിച്ചത് കൊണ്ട് ദൈവവചനത്തിൽ ആശ്രയിച്ച് ഉപവസിച്ചു. ഒന്നിച്ചുകൂടിയപ്പോൾ ഓർക്കുക, ഒന്നിച്ചു കൂടുമ്പോൾ ആദ്യമേ അനുഗ്രഹം വരുമെന്ന് കാണരുത്. ദൈവനാമത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അപ്പോഴേ ഫലേ എന്ന് പറഞ്ഞൊരു അത്ഭുതം ഉണ്ടായെന്നല്ല, അപ്പോഴേ അവർക്ക് പ്രഷർ ഉണ്ടായി. നേരെ ഫിലിസ്തീർ അവർക്ക് പേരെ ആക്രമിക്കാൻ വരികയാണ്. ഒരു പക്ഷെ അവിടെ ആരെങ്കിലും പറഞ്ഞു, ഇതൊന്നും പോകണ്ടെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, ഈ ഒരു വലിയ വഴിയേക്കാളും സുരക്ഷിതമല്ലേ ഫിലിസ്തീരുടെ അനുഭവത്തിൽ അനുഭവിക്കുന്നത്? ഈ ഒരു പോക്ക് പോയാൽ മതി. നമ്മുടെ കംഫർട്ട് സോണുകളെ ബ്രേക്ക് ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ don't be afraid. പേടിക്കരുത്. ദൈവവചനത്തിന്റെ ധൈര്യത്തിൽ ഇറങ്ങിത്തിരിക്കാൻ ദൈവം വിളിക്കുമ്പോൾ ബലത്തോടെ ഇറങ്ങി തിരിച്ചവരെ ശക്തീകരിച്ച ദൈവമാണ്. പിന്നീട് നമ്മൾ കാണാൻ സാധിക്കുന്നത്, ഇസ്രായേൽ ജനം അവരോട് വന്ന് ശമൂവേലിനോട് പറയാണ്, നീ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. കാരണം അവർക്ക് അത്രത്തോളം ഈ പ്രാർത്ഥനയുടെ ആവശ്യം മനസ്സിലായി, പ്രാർത്ഥനയുടെ രുചി കിട്ടി, പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായി. അവർക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തരുത്. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൊതിയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികളും ദൈവം നമ്മുടെ മുതിർന്നവരും എല്ലാം ഒരുപോലെ ഈ പ്രാർത്ഥനയുടെ രുചി അറിയാനുള്ളത്, കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കുന്നത്. നമ്മളൊക്കെ ഒരു പരിധി പറഞ്ഞാല് ഒരുപാട് അങ്ങ് മരവിച്ചു പോയൊരു സമൂഹം, സ്തോത്രം പറയാൻ പോലും ധൈര്യമില്ലാത്ത സമൂഹമാണ്. കാരണം ഇത് പറയണമെങ്കിൽ ജഡരക്തങ്ങളല്ല, ദൈവത്തിന്റെ പുത്രന്റെ ബലത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിന്റെ സ്തോത്രം പറയാൻ പറ്റും. ചിലർക്ക് ചമ്മല, ഞാൻ പിള്ളേരെ ഇങ്ങനെ സ്തോത്രം പറയും, അപ്പൊ ചിലർക്കയിൽ ഒരു അച്ഛൻ കളിയാക്കി പറഞ്ഞു സ്തോത്രം എന്ന് പറയുമ്പോഴേ. പക്ഷെ ദൈവത്തിന് മഹത്വം കൊടുക്കാനും ഓരോ നന്മകൾ ജീവിതത്തിൽ കാണും സ്തോത്രം കർത്താവെന്ന് പറയാനും നമുക്ക് കഴിയണം. പ്രാർത്ഥനയിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. അതൊരു ബലമാണ്, നമ്മുടെ ഐഡന്റിറ്റിയാണ്. അതിനകത്ത് പേടിക്കേണ്ട കാര്യമല്ല. ഉറപ്പോടും ശക്തിയോടും കൂട്ടായ്മയിൽ കൈയടിച്ച് പാടാൻ, ആത്മാവിനും സത്യത്തിലും ആരാധനയ്ക്ക് പങ്കെടുക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? എനിക്ക് പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവരെവിടെ പോകാന്ന് വെച്ചാൽ അവരെപ്പോഴും പറഞ്ഞ് ആരാധിക്കാൻ പോവാണ്, ആരാധിക്കുന്ന സ്ഥലമാണ്. നമ്മളും പള്ളിയിൽ പോവാണ് എന്ന് പറഞ്ഞതിനേക്കാൾ രസകരമായ ഒരു വാക്ക് ആരാധിക്കുന്ന അനുഭവമാണ്. ജീവിതത്തിൽ ആത്മീയമായി ദൈവത്തിനോട് ചേർന്നിരിക്കാൻ ദൈവം വിളിക്കുമ്പോൾ ആ ബലത്തിൽ നിൽക്കാൻ കഴിയണം. ഇപ്പോൾ ഇസ്രായേലിനുണ്ടല്ലോ പ്രാർത്ഥനയുടെ രുചി അറിഞ്ഞപ്പോൾ അവര് പറയാൻ തുടങ്ങി, നീ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. ദൈവജനത്തിനുണ്ടാകുന്ന ഒരു ബലമുള്ള ഒരു അനുഭവം ഇതാണ്, ഈ എരിവിന്റെ അനുഭവം, കൂട്ടായ്മയുടെ സന്തോഷത്തിന്റെ അനുഭവമാണ്. ഓരോ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ചില ചേമാരൊക്കെ പറഞ്ഞുണ്ട്, അച്ഛാ ഞാൻ എന്നോട് രചന പറഞ്ഞു, ഞാൻ റഷ്യയിലായിരുന്നു, കസാഖിസ്ഥാനിലായിരുന്നു, പക്ഷെ എവിടെ പോയാലും എൻ്റെ കൂട്ടായ്മ വിടത്തില്ല. പുള്ളി ഒരു നേവി ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ എവിടെ പോയാലും ചിലപ്പോൾ എനിക്ക് ഭയങ്കര എതിരുകളായിരിക്കും, സാഹചര്യമില്ല, പക്ഷെ എങ്കിലും ആരാധിക്കാനുള്ളവരെയൊക്കെ ഞാൻ കൂട്ടി വരുന്നു. അവരൊക്കെ വിളിച്ചിരുത്തി ഞാൻ ആരാധിക്കുന്നു ദൈവത്തെ. അദ്ദേഹം ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സ്ഥിരം വരും. അദ്ദേഹം പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയ സാഹചര്യങ്ങളെ കൊണ്ട് ഞാൻ ഈ ഒരു ആരാധന അനുഭവം കളഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്, എവിടെ നിന്ന് കിട്ടി ഈ മനുഷ്യൻ ഈ ഫയർ?
അന്വേഷിച്ച് നോക്കാൻ അറിയോ, ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ അച്ഛാ, മാസത്തിൽ 2 തവണ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഏത് മനുഷ്യനും ദൈവത്തോട് ഇത്രയും അടുത്ത് കണ്ടിട്ടുണ്ടല്ലോ. ഒന്നി എരിവുള്ള ഒരാൾ അവരുടെ വീട്ടിലുണ്ട്, ആ ഫയറുള്ള ഒരാളുണ്ട്. 2 കത്തുന്ന ഷേമിന്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവങ്ങളിൽ എന്തെങ്കിലും നല്ല മാതൃകളെന്തെങ്കിലും കർത്താവിനോടുള്ള ആത്മീയമായ അനുഭവം പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ, വലിയൊരു അനുഗ്രഹം. കാരണം പ്രാർത്ഥനയുടെ രുചി അറിഞ്ഞ ജനം പറയാണ്, പ്രാർത്ഥന മതിയാക്കരുതേ, പ്രാർത്ഥന മതിയാക്കരുതേ. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വില പറഞ്ഞ ശേഷം പിന്നീട് നമ്മൾ എന്താ കാണുന്നറിയോ? യഹോവയോട് ശമൂവേൽ പ്രാർത്ഥിക്കുന്നതാണ് 9-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. പിന്നീട് ദൈവം ഇവർക്ക് വേണ്ടി പടയൊരുങ്ങുക. 10-ാം വാക്യത്തിൽ ഇവരെ തകർക്കാനായിട്ട് വരുന്ന ഫിലിസ്ത്യർക്കെതിരെ പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ട് മുട്ടുമടക്കിയവർക്ക് വേണ്ടി ദൈവം പടക്കിറങ്ങുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജീവിതത്തില് നമുക്കുള്ള ഒരു വലിയൊരു വിലയുള്ള സന്ദേശമല്ലേ, ദൈവം നമുക്ക് വേണ്ടി പടപൊരുതും. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കേണ്ടതെന്നുള്ളത്. ജീവിതത്തില് നമുക്ക് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരു ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വിമൻസ് വേൾഡ് കപ്പില് ഏറ്റവും കുറച്ചെല്ലാവരും കേട്ട ഒരു വചനമുണ്ട്. അതിങ്ങനെയായിരുന്നു: ഇന്ന് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുകയും യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബെസ്റ്റ് പെർഫോമറായിട്ട് 3-ാമത്തെ ജേഴ്സിയിൽ ഇറങ്ങുമ്പോൾ, 3-ാമത്തെ സ്പേസിൽ ഇറങ്ങുമ്പോൾ ആ ഒരു ദൈവവിശ്വാസിയായ കുഞ്ഞിന് ഒരുപാട് പ്രതിസന്ധിയുടെ കഥയുണ്ട്. പക്ഷെ അവളുടെ ഉള്ളിൽ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്: യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. കുട്ടിയുടെ പേഴ്സണൽ ലൈഫ് ഒന്നും പറയാൻ എനിക്ക് അറിയില്ല. പേഴ്സണൽ ലൈഫിനകത്തോടെ എത്രത്തോളം കമ്മിറ്റഡ് ആണ്, അവളുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ വാല്യൂ ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷെ അവൾ കൊടുത്ത ഒരു വലിയ സന്ദേശമുണ്ട് ലോകത്തിന്. കാരണം എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവത്തെ ഞാൻ അറിഞ്ഞു എന്നുള്ളത്. ജീവിതത്തില് ഈ ഒരു അനുഭവം ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നതാണ്. അവർ പ്രാർത്ഥിക്കുന്നിടത്ത് അവർക്ക് വേണ്ടി ദൈവം ഇടിമുഴക്കിയെന്ന് പറയുന്നു. ദൈവത്തിന്റെ ഇടിമുഴക്കത്തിന് വേണ്ടിയല്ല അവർ പ്രാർത്ഥിച്ചത്. ദൈവമേ, നീ ഈ പ്രശ്നം ഏറ്റെടുക്കണം. നമ്മുടെ ദൈവത്തിന് വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട. കർത്താവേ, നീ ഞങ്ങളെ ഈ ഭാരമുള്ള വിഷയത്തിന് മേൽ നീ ഇടപെട്ടാൽ മതി. ഇന്നേ വരെ ഇസ്രായേൽ മക്കൾ പല കളികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇടിമുഴക്കുള്ള കളി കണ്ടിട്ടില്ല. കടല് 2-ാമത്തെ പരിപാടി കണ്ടിട്ടുണ്ട്, ആകാശത്തും തീ ഇറങ്ങുന്ന പരിപാടി കണ്ടു. പക്ഷെ ഇടിമുഴങ്ങി എന്ന് പറഞ്ഞൊരു പരിപാടി പുതുതായിട്ട് കാണും അല്ലേ? ദൈവത്തിന്റെ പുതിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ചിലപ്പം ചെറുതാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില വഴികളിലൂടെ ആയിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. നിസ്സാരമെന്ന് കാണുന്ന വഴികളിലൂടെ ആയിരിക്കും നമ്മൾ. ദൈവവൈദ്യന്റെ ബലം എന്നാണെന്നറിയാമോ? അവൻ ഇടിമുഴക്കി പരിഭ്രമിപ്പിച്ച ആ ജനം പിന്നെ ഇസ്രായേലിനോട് തോറ്റു എന്നാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഫിലിസ്ത്യ ജനം അവിടെ തോറ്റ് പിന്മാറുമ്പോൾ ഈ മിസ്പയുടെ അനുഭവം അവർക്ക് റിപ്പന്റൻസിന്റെയും പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്തിന്റെ അനുഭവമായ മിസ്പ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവായിട്ട് മാറുകയാണ്, പുതിയ ധൈര്യമായിട്ട് മാറുകയാണ്, പുതിയൊരു ആവേശമാകുകയാണ്. ദൈവസന്നിധിയിൽ ചേർന്ന് നടക്കുന്നത് എനിക്ക് അനുഗ്രഹമാണ്, ദൈവത്തോടൊപ്പം എനിക്ക് ബലമാണ്. ഇവരുടെ ചരിത്രം കൃത്യമായിട്ട് അറിയാവുന്ന സമൂഹം വളരെ ഒരു കാര്യം ചെയ്തു. എന്നറിയും, ഒരു കല്ലെടുത്ത് ശേനിനും മിസ്പയ്ക്കും നടുവിൽ സ്ഥാപിച്ചിട്ട് പറഞ്ഞു, ഇതൊരു പുതിയ എബനേസറാണ്, തോറ്റ എബനേസറല്ല. യഹോവ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. ഈ ഒരു വർഷത്തിലേക്ക് പുതിയ ഒരുക്കത്തിന്റെ ധ്യാനത്തിൽ എനിക്ക് ഓർമ്മിക്കാനുള്ളത്, ഈ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ മിസ്പയ്ക്കും തോൽവിയുടെ ശേനും ഇടയ്ക്കുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ പള്ളിക്കകത്ത് തന്നെ ജീവിക്കുന്നവരല്ല. ഈ പള്ളി വിട്ട് ഇറങ്ങുന്ന സമയമുണ്ട്, ഞങ്ങളുടെ കുർബാന കഴിയുമ്പോൾ സമാധാനത്തോടെ ലോകത്തിലേക്ക് പോയി എന്ന് ആശീർവാദം പറഞ്ഞുകൊണ്ട്. കാരണം ഈ പ്രാപിച്ചതുകൊണ്ട് ഇനി ലോകത്തിൽ പോയി ജീവിക്കാനല്ല പറയുന്നത്. ഈ പ്രാപിച്ച കൃപ കൊണ്ട് ലോകത്തിലും വീട്ടിലും ജോലി സ്ഥലത്തൊക്കെ ജീവിക്കാൻ വിട്ടവരാണ്. ഈ മെസ്പയുടെ അനുഭവം
നമ്മുടെ ശേരിന്റെ മധ്യേ നിർത്തണമെന്ന് ദൈവം പറയുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവം നീയും സഹായിക്കും. അതൊരു കാഴ്ച മാത്രമല്ല, അതൊരു ധൈര്യം കൂടെയാണ്. ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു കല്ലായിട്ട് നിർത്താൻ ഇത് സാധിക്കണം. ഇത്രയും നടത്തിയ ദൈവം ഇനിയും നടത്തും. ഇതൊരു ജീവിതത്തിൽ വെക്കേണ്ട ഒരു ഹാബിറ്റാണ്. ഏത് പ്രശ്നത്തിന്റെയും ഏത് പ്രതിസന്ധിയുടെയും മുമ്പിൽ നാട്ടി വെക്കേണ്ട ഒരു കല്ലാണ്. ഓരോ വീടിന്റെയും പടിവാതിൽ എഴുതി വെക്കേണ്ട വാക്കാണ്. ഇത്രത്തോളം യഹോവ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അവൻ നടത്തും, ഇനിയും നടത്തും. ഈ ഒരു കല്ലില്ലാത്ത അനുഭവം വന്നാൽ എന്താ പറ്റുന്നറിയാമോ? വീണ്ടും നമ്മൾ ശരിയിലേക്ക് പോകുന്നുള്ളൂ. ഈ അനുഗ്രഹമൊക്കെ മാറുന്നു. പിന്നെ നമ്മൾ ഈ വേണ്ടാതീനങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു ദുർബലത നമുക്കുണ്ട്. ഈ ഓർമ്മപ്പെടുത്തലുകൾ നമുക്കൊരു ഹാബിറ്റ് ആകണം. ദൈവത്തോട് ഒരുമിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ സന്തോഷം, ഉപവാസത്തിന്റെ സന്തോഷം, കൂട്ടായ്മയുടെ സന്തോഷം, ആത്മീയമായ വചനധ്യാനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒരുക്കത്തോടും പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും അവന്റെ സന്നിധിയിൽ നെടുവീർപ്പോടെ കടന്നു വരുന്നത് ആനന്ദമായി കാണും. ഓരോ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും അച്ഛൻ പറഞ്ഞതിലെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ദൈവമേ, എനിക്കുള്ള ആത്മീയ വചനം തരണമേ. ആരാധനയിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്നവർ എന്തൊക്കെ ചെയ്തു എന്നല്ല, കർത്താവേ, ഉള്ളുകൊണ്ട് നിന്നെ ആരാധിക്കാൻ എന്നെ സഹായിക്കണമേ. ഇന്നിവിടെ എന്തൊക്കെയാ നടന്നത്, എന്തൊക്കെയാ ചെയ്തെന്നല്ല, കർത്താവേ, എന്റെ ദൈവമേ, സഹോദരന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ആത്മീയമായ അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ ഉള്ളിൽ വെക്കേണ്ട ഇത്രത്തോളം സഹായിച്ച ദൈവം, ഈ ദൈവത്തെയാണ് നോക്കേണ്ടത്. ഈ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവങ്ങളെ, ഈ ധ്യാനം പൂർണ്ണമാകുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ പിന്നെ ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞെന്നറിയോ? ഇങ്ങനെ ഫെലിസ്യർ ഒതുങ്ങി. നമ്മൾ കേട്ടിട്ടുള്ള വാക്ക് ഇതല്ല, ഒതുക്കി. ഇത് കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മൾ ആരെയും ഒതുക്കാൻ പോകണ്ട, മുട്ടുമടക്കി നമ്മൾ നിൽക്കുമ്പോ ഉണ്ടല്ലോ, 8-ാം വാക്യം പറഞ്ഞത് ഇങ്ങനെ ഫെലിസ്യർ ആരെ ഒതുക്കുന്നതിനെ പറ്റിയാ നമ്മുടെ ചർച്ച. പക്ഷെ ഇവിടെ പറഞ്ഞത് ദൈവസന്നിധിയിൽ ഈ എബനേസറിന്റെ അനുഭവമുള്ള, അതിനെ നോക്കി നിൽക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഉണ്ടല്ലോ, ദൈവം ചിലതിലേക്ക് അങ്ങ് ഒതുക്കിക്കോളും. ഇനി രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ്, യഹോവയുടെ കൈ ഫെലിസ്തർക്ക് വിരോധമായിരുന്നെന്ന്. ശമൂവേലിന്റെ കാലത്തോളം യഹോവയുടെ കൈ ഫെലിസ്തർക്ക് വിരോധമായിരുന്നു. പിന്നെ പറഞ്ഞത് എന്താണ്? ഫെലിസ്തർ ഇസ്രായേലിൽ നിന്ന് പിടിച്ചെടുത്തിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് പോയതൊക്കെയും അവർക്ക് തിരികെ കിട്ടുക. ഇനി അടുത്തത് എന്താണ്? ഇസ്രായേൽ ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് ഇസ്രായേലും അമോര്യരും തമ്മിൽ സമാധാനമായിരുന്നു. തോൽവിയുടെ, തകർച്ചയുടെ, ശേനിന്റെ അനുഭവത്തിൽ നിന്ന് ഒരു ഉണർവിന്റെയും ധൈര്യത്തിന്റെയും എബനേസറിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ മിസ്പയിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുക. ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആത്മീയ ബലത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവിനോട് ചേർന്ന് നടപ്പാൻ ദൈവം വിളിക്കുമ്പോൾ അതിനോട് ചേർന്നിരിക്കാൻ സഹായിക്കും. കാരണം നിത്യതയോളം അവനെ ആരാധിക്കാൻ വിളിച്ചവരാണ് ദൈവം നമ്മൾ. നിത്യതയോളം അവനോട് ഇരിപ്പാൻ വിളിച്ചവരാണ് നമ്മൾ. ഈ ഒരു മിസ്പയുടെ അനുഭവത്തിൽ ജീവിക്കാൻ ദൈവം നമുക്ക് മനോഹരമായ ആലയം, മനോഹരമായ കൂട്ടായ്മകൾ, മനോഹരമായ ലിറ്റർജി, മനോഹരമായ അനുഗ്രഹങ്ങളൊക്കെ തരുമ്പോൾ അതിനൊരുക്കത്തോടും ബലത്തോടും നിൽപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ എബനേസറിന്റെ അനുഭവം എന്നുള്ളത് അതൊരു നന്ദിയുടെ അനുഭവമാണ്, അതൊരു ശീലമാണ്, അതൊരു ബലമാണ്. ഈ ബലത്തിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.